തൃശൂർ പൂങ്ങന്നത്തുള്ള കല്യാൺ EV LLPയുടെ മോൺട്രയുടെ സർവീസ് സെന്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ മോൺട്രയെ ഇവിടെ ലിഫ്റ്റിലൊക്കെ കയറ്റി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നമുക്കിനി സർവീസ് തുടങ്ങാം. നമുക്ക് നമ്മുടെ മോൺട്ര ഇപ്പോൾ റാമ്പുമ കയറിയിരിക്കുകയാണ്. അപ്പോൾ മോൺട്രയുടെ മോട്ടോർ, ബാറ്ററി, കൺട്രോൾ സിസ്റ്റം, അത്തരത്തിലുള്ള കാര്യങ്ങൾ അടിയിൽ നിന്നുള്ള ഒരു കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇത് കാണുന്ന അണ്ടർ ബോഡിയില് ഇതിന് കാണുന്ന സമയത്ത് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ചാസിസിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ചാസിസ് നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ട് ബോറോൺ സ്റ്റീലാണ് ചാസിസ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ബോറോൺ സ്റ്റീല് ആയതുകൊണ്ട് തന്നെ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചാസിസ് തന്നെയാണ് ഇതിനുള്ളത്. പിന്നെ ചാസിസിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് സി സെക്ഷൻ ആണ് നമ്മൾ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുന്നത്. ഈ സി സെക്ഷനില് അതുപോലെ ഈ സി സെക്ഷൻ തന്നെ നമ്മൾ നോക്കുമ്പോൾ സി സെക്ഷൻ മാത്രമല്ല ബോക്സ് സെക്ഷനും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണോ, ഇത് ബോക്സ് സെക്ഷൻ ആണ്. ഇത് കണ്ടോ, ഈ ബോക്സ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ വളരെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി, വളരെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ഈ ചാസിസിന് ഉണ്ട്. പിന്നെ ഈ ചാസിസ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, അതായത് മാക്സിമം വൈഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റു വാഹനങ്ങളെ പോലെ സെന്ററിൽ ഒരു ചാസിസും അതിൽ നിന്ന് സബ്സിഡിയറി ആയിട്ട് പോവാ അങ്ങനെയല്ല ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ടോട്ടലി കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ചാസിസ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ നല്ല രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ആണ് ഇതിലുള്ളത്. പിന്നെ ഞാൻ ഇതിന്റെ സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡന്റ് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റം ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ, ഇതാണ് ഇൻഡിപെൻഡന്റ് ടൈപ്പ് സസ്പെൻഷൻ. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യൽ മെക്കാനിസത്തില് ഈ ഒരു ട്രെയിലർ ആം മൊത്തത്തില് ഒരു സിംഗിൾ പീസ് ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. കണ്ടോ, ഈ ഒരു ഡിഫറൻഷ്യൽ മെക്കാനിസത്തിലെ ഈ ഒരു ട്രെയിലർ ആം സിംഗിൾ പീസ് ആയിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഒരു ഷോക്ക് അബ്സോർബറും കൊടുത്തിട്ടുണ്ട്. ഇത് ഗബ്രിയലിന്റെ ഷോക്ക് അബ്സോർബർ ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഗബ്രിയലിന്റെ ഷോക്ക് അബ്സോർബറിൽ തന്നെ നമുക്ക് ഇവിടെ സ്റ്റെപ്പായിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. കേട്ടോ, ഇതിനെ നമുക്ക് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിന് സാധിക്കും. അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ ഹെലിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള കോയിൽ സ്പ്രിങ്ങുകൾ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മാക്സിമം നമുക്കിപ്പോ ഇവിടെ ഒരു ഷോക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ ഷോക്കിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു സസ്പെൻഷൻ സിസ്റ്റത്തിന് നമുക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് ഇതിന്റെ മോട്ടോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോട്ടോർ സാധാരണയായിട്ട് ഇതാണ് PMSM, അതായത് പെർമനന്റ് മാഗ്നറ്റ് സിൻക്രണസ് മോട്ടോർ ആണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഈ മോട്ടോർ ശ്രദ്ധിച്ചാൽ തന്നെ കാണും, നമ്മള് ഇപ്പൊ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, അതായത് മോട്ടോർ ഹീറ്റ് ആവോ എന്നുള്ളൊരു സംഭവം. ഇതിന്റെ ഡിസൈൻ തന്നെ എന്താണ്, എയറോഡൈനാമിക് ടൈപ്പ് ഡിസൈൻ ആണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് കുറച്ച് കാറ്റ് മുകളിലേക്കും പിന്നെയുള്ള കാറ്റ് അടിയിലേക്കാണ് ഇത് പോകുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ഈ അടിയിലേക്ക് വരുന്ന കാറ്റ് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു വെഞ്ചുറി സിസ്റ്റം കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു വെഞ്ചുറി സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. ഈ വെഞ്ചുറി സിസ്റ്റത്തിലേക്ക് ഈ ഒരു കാറ്റ് വന്ന് ഇവിടെ വന്ന് തട്ടിയിട്ട് ഇതിനെ രണ്ട് ഡയറക്ഷനിലേക്കും ഇതിനെ സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാറ്റ് നേരെ എങ്ങോട്ടേക്ക്, ഈ മോട്ടോറിന്റെ ഫിൻസിന്റെ ഭാഗത്തേക്ക് ഈ ഒരു കാറ്റ് വന്ന് അടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, മോട്ടോർ ഹീറ്റ് ആവുന്ന ഒരു പ്രക്രിയ അവിടെ ഇല്ല. എന്താണ്, ഇവിടെ ഒരു കൂളിംഗ് സിസ്റ്റം നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ മോട്ടോർ ഹീറ്റ് ആവുന്ന ഒരു പ്രക്രിയ ഇവിടെ ഇല്ല. പിന്നെ നിങ്ങൾ ഈ ഒരു പാർട്ടിലാണ് ഇതിന്റെ ബാറ്ററി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് പാസഞ്ചർ സീറ്റിന്റെ താഴെയായിട്ട്, അതായത് ഈ ഒരു പാർട്ടിലാണ് ഇതിന്റെ ബാറ്ററി നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബാറ്ററിയുടെ ഈ ഒരു കമ്പാർട്ട്മെന്റിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ഇവിടെയും ചെറിയ ചെറിയ രീതിയിലുള്ള ഈ ഒരു എയർ വെന്റിലേഷൻസുകൾ ഉണ്ട്. അപ്പൊ ഈ ഒരു എയർ വെന്റിലേഷന്റെ അകത്ത് കൂടെ എന്താണ്, ചെറിയ രീതിയിൽ എയർ അകത്തേക്ക് കയറും. എന്നിട്ട് എന്താണ്, ആ ബാറ്ററി പാക്കിന് മൊത്തത്തില് കൂള് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ഒരു കൂളിംഗ് സിസ്റ്റം കൂടിയും അവിടെ ഒരു പ്രൊവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു പാർട്ടാണ് ഇതിന്റെ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത് മോട്ടോർ, ഇത് കൺട്രോളർ. ഈ കൺട്രോളർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, കൺട്രോളറിലും കുറച്ച് ഫിൻസുകൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫിൻസുകൾക്ക് അത്യാവശ്യം നല്ല ഒരു തിക്നെസ് ഉള്ള ഒരു ഫിൻസ് തന്നെയാണുള്ളത്. ഓക്കെ, മാക്സിമം എയറിനെ എന്താണ് ഉള്ളിലൂടെ തള്ളി വിടാവുന്ന രീതിയിലുള്ള ഒരു ഫിൻസ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നിന്നുള്ള ഈ ഒരു എയർ ഈ ഒരു ഫിൻസിനകത്ത് കൂടെ തട്ടി ഈ കൺട്രോളറും ഹീറ്റ് ആവുന്ന ഒരു പ്രക്രിയ അവിടെ ഉണ്ടാവില്ല.
ഒരു കൂളിംഗ് അവിടെ അവിടെയും ഒരു കൂളിംഗ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ മോട്ടോറിനെ കൂൾ ചെയ്യുന്നുണ്ട്, ബാറ്ററിനെ കൂൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൺട്രോളിനെ കൂൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനുള്ളത്. പിന്നെ ഈ ഒരു മോട്ടോറിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു സിംഗിൾ സ്പീഡ് ഗിയർ ബോക്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ മോട്ടോറിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ ഒരു സിംഗിൾ സ്പീഡ് ഗിയർ ബോക്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ഈ സിംഗിൾ സ്പീഡ് ഗിയർ ബോക്സിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇവിടെ ഡിഫറൻഷ്യൽ മെക്കാനിസം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിന്റെ പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം, ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ബാറ്ററി കൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബാറ്ററി, അതായത് ട്രാക്ഷൻ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. ഇത് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് വേറൊരു ബാറ്ററി കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് ഓക്സിലറി ബാറ്ററി എന്നാണ്. ഓക്കെ, ഈ ഓക്സിലറി ബാറ്ററി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഇതിലുള്ള ഈ വാഹനത്തിലുള്ള ആക്സസറി ഇൻക്ലൂഡിങ് ലൈറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ വൈപ്പേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ ഹോൺ ആയിക്കോട്ടെ, ഇനിയിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീരിയോസ് അതും ആയിക്കോട്ടെ, ഇതെല്ലാം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഓക്സിലറി ബാറ്ററി കൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു പാർട്ടും ഇവിടെ ഒരു പാർട്ടും കൂടി ഉണ്ട്. അതിന്റെ പേരാണ് DC to DC കൺവേർട്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റണ്ണിങ് സ്റ്റേജിൽ എന്താണ്, നമുക്ക് റീജനറേഷൻ വഴി ഈ ഒരു ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓക്സിലറി ബാറ്ററിയിൽ നിന്ന് നമ്മൾ പവർ എടുക്കും തോറും എന്താ അതിന്റെ പവർ കുറഞ്ഞു വരും. അപ്പൊ ഇതിനൊരു ചാർജിങ് നമുക്ക് അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു ചാർജിങ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് DC to DC കൺവേർട്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നോർമൽ സാധാരണ മെക്കാനിക്കൽ വണ്ടികളിൽ വരുന്ന അതുപോലുള്ള ഇത് തന്നെ 12 വോൾട്ട് 8 AH ബാറ്ററിയാണ് ഇതിന് സാധാരണയായിട്ട് വരിക. നമ്മുടെ ട്രാക്ഷൻ ബാറ്ററി വന്നിട്ട് നമ്മൾ നോർമലി പറയുമ്പോൾ 48 വോൾട്ട് 200 AH പറയും. ബട്ട് നമ്മുടെ അതിന്റെ പീക്ക് വോൾട്ടേജ് വന്ന 58 വോൾട്ടേജ്, അതുപോലെ തന്നെ 200 AH. ഈ 200 AH ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേഞ്ച് കൂടുതലായിട്ട് കിട്ടുന്നത്. കാരണം ഇപ്പൊ മറ്റു വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ 150 AH, അതുപോലെ തന്നെ അതിന്റെ പവർ വന്നിട്ട് 7.5 കിലോവാട്ട് ഉള്ളൂ. മറ്റ് EV ഓട്ടോകൾ നോക്കുമ്പോൾ 7.5 കിലോവാട്ട് പവർ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ 150 AH പവർ ഇതാവുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന് വന്നിട്ട് 200 AH ആണ് പവർ. മാക്സിമം റേഞ്ച് കിട്ടും. അതാണ് ഇതിന് മാക്സിമം റേഞ്ച് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ 160 കൂടുതലായിട്ട് ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിന് ഞങ്ങൾക്ക് കിട്ടിയതാണ് വിത്ത് പാസഞ്ചർ വിത്ത് ഞങ്ങള് വിത്ത് ലോഡ് അടക്കം ഞങ്ങൾ ഇതിനെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തതാണ്. ഞങ്ങൾക്ക് അതിലും കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അത് ഇക്കോണമിയിലാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു. കാരണം ആൾക്കാര് പലതും പറയും, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഡ്രൈവ് മോഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഡ്രൈവ് മോഡിൽ ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ അതും പറഞ്ഞുതരാം, ഡ്രൈവ് മോഡിൽ ഇത്രയും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഇക്കണോമി മോഡിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിത്ത് പാസഞ്ചർ ഏകദേശം 160 മേലെ ഞങ്ങൾക്ക് ഇതിന് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. നോർമലി നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാല് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റു വാഹനങ്ങളാണെങ്കിൽ ഓയിൽ ചേഞ്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഫിൽറ്റർ ചേഞ്ച് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം EV ഓട്ടോ ഇവിടെ വരുമ്പോൾ മോൺട്രയുടെ ഒരു സർവീസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? മോൺട്രയുടെ സർവീസിംഗില് ഞാൻ പറഞ്ഞല്ലോ 3 സർവീസ് ഫ്രീ സർവീസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു ഫ്രീ സർവീസ് പീരീഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ജനറൽ ചെക്കപ്പുകളാണ്. ജനറൽ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ പോയിന്റുകളും, ഇപ്പൊ ഇൻക്ലൂഡിങ് ഒരു ചെറിയൊരു നെറ്റ് ആയാൽ കൂടെ ആ ഒരു നെറ്റിന്റെ ടോർക്ക് അടക്കം നമുക്ക് ഓൾറെഡി നമ്മുടെ സർവീസ് മാനുവലിൽ അതിന്റെ ടോർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ടോർക്കിലാണോ ആ നട്ട് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ബോൾട്ട് ഉള്ളത് ആ ഒരു ടോർക്കിലാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇത് മെഷർ ചെയ്യും. ജനറൽ ചെക്കപ്പുകളാണ് നമ്മൾ നടത്തുന്നത്. അത് അണ്ടർ ബോഡിയിൽ നമ്മൾ ചെയ്യുന്ന ജനറൽ ചെക്കപ്പുകൾ, അതെല്ലാ ബോൾട്ടുകളും നട്ടുകളും എല്ലാം അത് സ്പെസിഫൈഡ് ആയിട്ട് കമ്പനി സ്പെസിഫൈഡ് ആയിട്ട് ഓരോ ടോർക്കുകൾ പറയുന്നുണ്ട്. ആ ടോർക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വെച്ചു കൊടുക്കും, കൃത്യമായിട്ടും വെച്ചു കൊടുക്കും. ഓക്കെ, കാരണം വണ്ടി റണ്ണിങ്ങിൽ ഇരിക്കുന്നതാണ്, അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ലൂസ് ആവാം. ഓക്കെ, അപ്പൊ നമ്മള് സർവീസിങ് പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ടോർക്കുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ വെച്ചു കൊടുക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലൂയിഡ് ലെവല്, ബ്രേക്കിന്റെ ഫ്ലൂയിഡ് ലെവല് അത് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ സസ്പെൻഷൻ സിസ്റ്റം, റിയർ സസ്പെൻഷൻ സിസ്റ്റം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ഇൻ കേസ് നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കയറ്റി നമ്മൾ സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഇത് കയറ്റുന്ന അവസരത്തിൽ നമ്മൾ സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ ഫ്രണ്ട് ഫോർക്കിന് അടിയോ അങ്ങനെ വല്ലതോ ഉണ്ടായെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് നമ്മൾ അത് കാണുകയാണെങ്കിൽ അടി കാണുകയാണെങ്കിൽ നമ്മളത് ഫോർക്ക് അഡ്ജസ്റ്റ് ചെയ്യും, അത് പരിഹരിക്കും.
അതുപോലെ തന്നെ ഇത് ഓയിലിന്റെ ലീക്ക്, അതായത് ഡിഫറൻഷ്യൽ മെക്കാനിസത്തിൽ ഓയിൽ ഉണ്ട്. ഞാൻ പറഞ്ഞു 30,000 കിലോമീറ്ററിലാണ്. 30,000 കിലോമീറ്റർ വരെ ശരിക്കും പറയാൻ ഇതിന്റെ ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ 30,000 കിലോമീറ്ററിലാണ് ഇതിന്റെ ഓയിൽ ചേഞ്ച് വരുന്നത്. അപ്പൊ അതുവരെ എന്തെങ്കിലും ലീക്കോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കും. ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ നടത്തും. മാക്സിമം നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഇപ്പൊ വാഹനം ഇപ്പൊ ഇതിൽ കയറിയാൽ, സർവീസിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പൊ ഒരു വാഹനം സർവീസിനകത്തേക്ക് കയറിയാൽ ഇന്ന് തന്നെ ആൾക്ക് ഡെലിവറി കൊടുക്കുക. ഇപ്പൊ രാവിലെ കയറിയ ഒരു വാഹനമാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ആൾക്ക് ഡെലിവറി മാക്സിമം കൊടുക്കുക എന്നുള്ളൊരു മോട്ടോ തന്നെയാണ്. അതായത് കസ്റ്റമറിനെ പരമാവധി നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. അതാണ് മോണ്ട്ര പറയുന്നത് തന്നെ. അതും കസ്റ്റമേഴ്സിന് റോഡ് സൈഡ് അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്, റോഡ് സൈഡ് അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. അത് റോഡ് സൈഡ് അസിസ്റ്റൻസിന് നമ്മള് എന്താ പറയാ, അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ ഇത് സർവീസിംഗ് ടീം അവിടെ എത്തിയിരിക്കും. പിന്നെ നമ്മള് നോർമൽ റുട്ടീൻ ചെക്കപ്പ് എന്നുള്ള രീതിയിൽ ഇപ്പൊ മോട്ടോറിന്റെ സ്ട്രെങ്ത്, അതെല്ലാം, അതുപോലെ തന്നെ ബാറ്ററിയുടെ വോൾട്ടേജുകൾ, വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ ലൈറ്റ്സ് ആൻഡ് ആക്സസറീസിന്റെ ഇത് നമ്മൾ ചെക്ക് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഫ്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്തു. അതുപോലെ എല്ലാ സർവീസിങ് പോയിന്റുകളും, ഇപ്പൊ അണ്ടർ ബോഡി ആയിക്കോട്ടെ, ഓവർ ബോഡി ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മള് സർവീസിംഗിന്റെ ടൈമില് നമ്മൾ വാഹനത്തെ ഇതുപോലെ റാമ്പില് നമ്മൾ കയറ്റി നിർത്തും. ലിഫ്റ്റിൽ നമ്മൾ കയറ്റി നിർത്തിയതിന് ശേഷം നമ്മള് ഇതിനെ ഓരോ പാർട്ടുകൾ ബൈ പാർട്ടായിട്ട് നമ്മൾ ഇതിനെ ചെക്ക് ചെയ്യും. ഫ്ലൂയിഡിന്റെ ലെവൽ ഞാൻ പറഞ്ഞല്ലോ, ഫ്ലൂയിഡ് ലെവൽ നോക്കും. ബ്രേക്ക് എഫിഷ്യൻസി ഞങ്ങൾ നോക്കും. കാരണം ഇത് EVs ആണ്, അത് വേറൊരു ഇതില്ല, സോഴ്സ് ഇല്ല, നിർത്താനായിട്ട് വേറൊരു സോഴ്സ് ഇല്ല. ബ്രേക്ക് എഫിഷ്യൻസി നമ്മൾ നോക്കും. ഹാൻഡ് ബ്രേക്കിന്റെ ആയാലും അതുപോലെ തന്നെ നോർമൽ ബ്രേക്കിന്റെ ആയാലും ബ്രേക്ക് എഫിഷ്യൻസി ഞങ്ങൾ ചെക്ക് ചെയ്തു. ഇതെല്ലാം ചെക്കപ്പും കഴിഞ്ഞതിന് ശേഷം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനത്തെ മാത്രമേ നമ്മൾ കസ്റ്റമറിന് ഡെലിവറി ചെയ്ത് നമ്മൾ കൊടുക്കുള്ളൂ. ഇപ്പൊ കസ്റ്റമേഴ്സിനുള്ള ഒരു ഇത്, എല്ലാ കസ്റ്റമേഴ്സിനുള്ള ഒരു ഡൗട്ട് തന്നെയാണ്, അതായത് ഇതിന്റെ സ്പെയറുകളൊക്കെ അവൈലബിൾ ആണോ എന്നുള്ള ഒരു ഡൗട്ട്. അപ്പോ ഇത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫുള്ള് സ്പെയറുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ ഇൻക്ലൂഡിങ് ഒരു ചെറിയൊരു വാഷർ ആയാൽ അടക്കം. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഇത് ഞാൻ പറഞ്ഞു നേരത്തെ, ഓക്സിലറി ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് അതിന്റെ ഓക്സിലറി ബാറ്ററി എന്ന് പറഞ്ഞു. ബാറ്ററി വരെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതാണ് അതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ബാറ്ററി അടക്കം നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ ഇൻ കേസ് ഹെഡ് ലാമ്പ് പോയി എന്ന് വെക്കട്ടെ. ഹെഡ് ലാമ്പ് ഇപ്പൊ ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി, ഹെഡ് ലാമ്പ് മൊത്തത്തിൽ പോയി. ഹെഡ് ലാമ്പ് ഇവിടെ ഉണ്ട്. ഇത് ഹെഡ് ലാമ്പിന്റെ മൊത്തം ഫുൾ അസംബ്ലി ആണ് ഈ ഇരിക്കുന്നത്. ഫുൾ അസംബ്ലി ആണ് ഈ ഹെഡ് ലാമ്പിന്റെ ഇരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ടെയിൽ ലാമ്പ്, ബാക്കിലുള്ള ആ റൗണ്ട് ഷേപ്പിലുള്ള ലാമ്പ്, ആ ലാമ്പ് കംപ്ലൈന്റ് ആയി എന്ന് വെക്കട്ടെ. ആ ലാമ്പ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞെങ്കിൽ അതിന്റെ ഫുൾ അസംബ്ലി നമ്മുടെ കയ്യിൽ ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ആണ്. ഓക്കെ, അതുപോലെ ബ്രേക്ക് സിസ്റ്റം കംപ്ലൈന്റ് ആയി, മാസ്റ്റർ സിലിണ്ടർ കംപ്ലൈന്റ് ആയി. മാസ്റ്റർ സിലിണ്ടർ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ബ്രേക്ക് സിസ്റ്റത്തിന്റെ മാസ്റ്റർ സിലിണ്ടർ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ സപ്പോസ് ചിലവർക്ക് ഇപ്പൊ ഇതിന്റെ ടയർ കിട്ടാനില്ല എന്ന് വെക്കട്ടെ. ഇപ്പൊ പുറത്തുനിന്ന് അന്വേഷിച്ചിട്ട് ടയർ കിട്ടാനില്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ടയർ ഇരിപ്പുണ്ട്. ഫുൾ സെറ്റ് ടയർ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഇതിന്റെ ടയർ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഡ്രം കിട്ടിയില്ല, ഡ്രം ഇരിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ. ഡ്രം ഇരിക്കുന്നുണ്ട്. ഇത് ഫുൾ സെറ്റ്. അതുപോലെ ട്യൂബ് കിട്ടിയില്ല, ട്യൂബ് ഇരിക്കുന്നുണ്ട് നമ്മുടെ കയ്യില്. ഇതിന്റെ ഫുൾ സെറ്റ് കിട്ടുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്തയും വേണ്ട ആവശ്യമില്ല. സ്പെയർസ് നമ്മളിവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. ഫുള്ള് നമ്മള് ഞാൻ പറഞ്ഞല്ലോ, വാഹനം ഇപ്പൊ നമ്മുടെ ഇവിടെ ഡെലിവറി തുടങ്ങാൻ പോകുന്നുള്ള അതിനു മുമ്പ് എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് സർവീസിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സ്പെയറുകളും നമ്മളുടെ ഈ കല്യാൺ ഇവിടെ ഇതില് ഡീലർഷിപ്പില്, അത് ഇൻക്ലൂഡിങ് തൃശ്ശൂർ ആയിക്കോട്ടെ അതുപോലെ തന്നെ എറണാകുളത്ത് ആയിക്കോട്ടെ, ഈ 2 ഡീലർഷിപ്പിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മോണ്ട്ര എന്ന പൂർണ്ണമായും ഇന്ത്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇലക്ട്രിക് ഓട്ടോയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. തൃശ്ശൂരിൽ പൂങ്കുന്നത്ത് ഉള്ള കല്യാൺ EV LLP ആണ് മോണ്ട്രയുടെ ഡീലർഷിപ്പ്. അതുപോലെ തന്നെ തൃശ്ശൂരിലും എറണാകുളത്തും കല്യാൺ EV തന്നെയാണ് മോണ്ട്രയുടെ ഡീലർഷിപ്പ് നടത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോറിക്ഷ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കല്യാൺ EVയിൽ വരാവുന്നതാണ്. ഒപ്പം തന്നെ ഇവിടെ സ്പെയേഴ്സും സർവീസ് സെന്ററും എല്ലാം അവൈലബിൾ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനകരമായ കൂടുതൽ വീഡിയോകൾ കാണാനായി ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കൊള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് പ്രയോജനകരമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.